വീണ്ടും വാർത്തകളിലേക്ക്. വയനാട് വാഗേരിയിൽ വീണ്ടും കടുവയിറങ്ങി. കല്ലൂർകുന്നിൽ സന്തോഷിന്റെ വീട്ടിലാണ് കടുവ എത്തിയത്. ഇന്നലെ രാത്രി 11:30-ഓടെ സന്തോഷിന്റെ പശുവിനെ കടുവ കടിച്ചു കൊന്നിരുന്നു. കടുവ ആടിനെ പിടികൂടാനുള്ള ശ്രമം നടത്തി. നരഭോജി കടുവ പ്രജീഷിനെ കൊന്നിട്ട് 9 ദിവസം പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാനായിട്ടില്ല. വാഗേരിയിൽ വീണ്ടും നരഭോജി കടുവയുടെ സാന്നിധ്യമാണ് കാണുന്നത്. കല്ലൂർകുന്നിൽ സന്തോഷിന്റെ വീട്ടിലാണ് കടുവ എത്തിയത്. ദീപക് മോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദീപക്, എങ്ങനെയാണ് പുതിയ രീതിയിൽ, ഏത് രീതിയിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? എന്താണ് വനംവകുപ്പ് പറയുന്നത്? നിമേഷ്, കലൂർക്കുന്നിൽ ഇറങ്ങിയ കടുവയ്ക്കായി ഇപ്പോൾ വനംവകുപ്പ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലൂർക്കുന്നിലെ സന്തോഷിന്റെ വീടിന്റെ ഈ സമീപത്ത് തന്നെ കടുവ ഇപ്പോൾ ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ഉന്നത ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഷൂട്ടേഴ്സ് ടീം അടക്കമുള്ള മയക്കുവെടി സംഘങ്ങളും ഈ മേഖലയിലുണ്ട്. കടുവയ്ക്കായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സന്തോഷ് കുമാറിന്റെ വീടിന് സമീപത്തുള്ള തൊഴുത്തിൽ നിന്ന് പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നത്. തുടർന്ന് ഇന്ന് വനംവകുപ്പ് ഈ മേഖലയിൽ ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിൽ ചത്ത പശുവിനെ ഇരയാക്കി വെച്ചതിന് ശേഷം കടുവയെ പിടികൂടാനായിരുന്നു വനംവകുപ്പിന്റെ നീക്കം. എന്നാൽ അതുകൊണ്ട് തന്നെ അതിനുവേണ്ട എല്ലാ ഓപ്പറേഷനും വനംവകുപ്പ് നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാത്രി അല്പം മുൻപ് ഈ കടുവ ഈ പ്രദേശത്ത് എത്തി എന്ന് വനംവകുപ്പിന് വിവരം കിട്ടിയപ്പോൾ വനംവകുപ്പിന്റെ ഷൂട്ടേഴ്സ് ടീം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ സന്തോഷിന്റെ വീടിനോട് ചേർന്നുള്ള ആടിന്റെ കൂടിനടുത്ത് കടുവ എത്തി. ഈ ആടിന്റെ കൂട്ടിന് പുറകിൽ കടുവ അടിച്ചു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വനംവകുപ്പ് മേഖലയിൽ വിശദമായ തിരച്ചിലുകൾ നടത്തുന്നുണ്ട്. RRT ടീം അംഗങ്ങളും പ്രത്യേകമുള്ള ദൗത്യസേന സംഘങ്ങളും ഇവിടെയുണ്ട്. കടുവയെ എന്തായാലും ഇന്ന് രാത്രി തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് വനംവകുപ്പിന്റെ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. കാരണം ഈ കടുവയെ പിടികൂടേണ്ട ചില സുരക്ഷാ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഏതായാലും വനംവകുപ്പിന്റെ ദൗത്യ സംഘം ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ഒപ്പം ഈ പ്രദേശത്ത്, അതായത് മൂടക്കൊല്ലിയിനോട് ചേർന്നുള്ള വട്ടത്താനി, അതുപോലെ തന്നെ ഈ വട്ടത്താനിയോട് ചേർന്നിട്ടുള്ള കലൂർക്കുന്ന് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം വിശദമായ ഊർജിതമായ പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ട് വീണ്ടും കടുവയെ മറ്റൊരു കർഷകൻ കണ്ടിരുന്നു. ഈ കലൂർക്കുന്നിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയുള്ള വട്ടത്താനി അടുത്തുള്ള ഒരു കർഷകനാണ് വയലിൽ പുല്ലെരിയാൻ പോകുന്നതിനിടെ കടുവയെ കണ്ടത്. ഈ വനംവകുപ്പിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി കടുവയെ കൂട്ടിലാക്കാൻ കഴിയുമെന്ന വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് നീങ്ങുന്നത്. ഒപ്പം റിപ്പോർട്ടർ വാർത്താ TV സംഘവും ഇപ്പോൾ നമ്മൾ ഇവിടെയുണ്ട്. ഏതായാലും കടുവയെ ഇന്ന് പിടികൂടാൻ കഴിയും. നാളെ രാവിലെയോടുകൂടി വാഗേരി നിവാസികളുടെ ഈ വലിയൊരു ആശങ്ക അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പും പ്രദേശവാസികളും ഉള്ളത്. നിമേഷ്, വാഗേരിയിൽ 9-ാം ദിവസവും കടുവയ്ക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്.